ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഹംസയാണ് ചെയർമാൻ, KS ഹംസ. അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമ്മർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഹംസയാണ് ചെയർമാൻ, KS ഹംസ. അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമ്മർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. വിശേഷിപ്പിച്ചത് സഖാവ് ഉമർ ഫൈസി എന്നാണ്. സ്വയമേ അങ്ങനെ വിശേഷിപ്പിച്ച സ്ഥിതിക്ക് ചില കാര്യങ്ങൾ പറയാതെ പോവുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കാസർകോട്ടെ കുണിയയിൽ സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ അതേ വേദിയിൽ ഈ ഉമർ ഫൈസി പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്, അന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയും എന്നുള്ളതായിരുന്നു ഉമർ ഫൈസിയുടെ അന്നത്തെ ചോദ്യം. എന്നാൽ ഇന്നലെ മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ ആ പരിപാടിയെക്കുറിച്ച് വേറെ പറയേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഉമർ ഫൈസിയുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പം ഇന്നലെ മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ ഉമർ ഫൈസി പറയുന്നത്, ഹംസ ചെയർമാനും സഖാവ് ഉമർ ഫൈസി ആ ബോർഡിലെ അംഗവുമായതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഓഫ് കോഴ്സ് ഈ ബോർഡിൽ ഹംസ ചെയർമാനും സഖാവ് ഉമർ ഫൈസിയോ അംഗമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉമർ ഫൈസി സഖാവ് ആയതുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടും, അതുപോലെ KS ഹംസ എന്ന് പറയുന്ന വ്യക്തി CPM കാരനായതുകൊണ്ടും മാത്രമാണ് ബോർഡിലെ ചെയർമാനായത്. അല്ലെങ്കിൽ ഈ വഖഫ് ബോർഡിൽ ചെയർമാനാകാൻ ഇവർ രണ്ടുപേര് മാത്രം യോഗ്യരായിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൽ ഉള്ളത് കൊണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഉമർ ഫൈസിയുടെ പ്രസംഗം ഞാൻ കേട്ടപ്പോൾ നമ്മൾ ഉമർ ഫൈസി എന്നിങ്ങനെ വീണ്ടും പറയുന്നത്, അതിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു പണ്ഡിത വേഷധാരിയായിട്ടുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു ബഹുമാനം, ആ വേഷത്തോടുള്ളൊരു ബഹുമാനം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഉമർ ഫൈസി ഇന്നലെ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഉമർ ഫൈസി ഇന്നലെ പറയുന്നത്, UDF സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു, എന്ത്, ഞങ്ങൾ നിയമിച്ചോളാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഹൈക്കോടതിയിൽ കക്ഷികളായ രണ്ടാളുകളുണ്ട്. ഒന്ന് ഉമർ ഫൈസിയാണ്, ഒന്ന് ഹംസയാണ്. ഈ രണ്ടുപേരും ഹൈക്കോടതിയിൽ കക്ഷിയായിട്ട് ഹൈക്കോടതിയെ ധരിപ്പിച്ച കാര്യം, അതാണ് നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ബിക്കോസ് ദ പെറ്റീഷണേഴ്സ് ഹിയറിൻ ആർ നോട്ട് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് the Waqf Board in accordance with the section 14 of the Unified Waqf Management Empowerment Efficiency and Development Act 1995, that it is the state government to nominate members to the Waqf Board and appoint members in accordance with the statutory provision. It is submitted that appointment of member bar council is delayed on account of the bar council election. It is submitted that election to Kerala Legislative Assembly were conducted on 9th April 2026 and the new Legislative Assembly was formally constituted on 21st/5/2026. That after a change in the ruling party, the newly formed government didn't show any interest. In constituting the Waqf Board, since the present Waqf Board members are appointed by the erstwhile ministry and state government wanted to reconstitute the entire Waqf Board with their nominees. അപ്പോൾ ഈ കക്ഷി ചേർന്നുകൊണ്ട് മുഖം ഉമർ ഫൈസി ഹൈക്കോടതിയിൽ പറഞ്ഞതാ, സ്റ്റേജിൽ പറയുന്ന കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥക്ക് മുന്നിൽ എന്ത് പറയുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പം ഇന്നലെ പറഞ്ഞത് ഈ RSSകാരെ നിയമിക്കാൻ UDFന് ഭയങ്കര താല്പര്യമാണ് എന്നാണ് ഉമർ ഫൈസി സ്റ്റേജിമ്മ പറഞ്ഞത്. എന്നാൽ സ്റ്റേജിമ്മ അല്ലാതെ കോടതിയിൽ ഉമർ ഫൈസി എന്താ പറയുന്നത്? കോടതിയിൽ ഉമർ ഫൈസി പറയുന്നു, ഇവിടെ ഞങ്ങളെ നിയമിച്ചത് 2026 ഫെബ്രുവരിയിലാണ്. അതായത് ഇപ്പം നിലവിലുള്ള വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പല കാരണങ്ങൾ കൂടിയുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറ കളികൾ നമ്മൾ അറിയാതെ പോകരുത്. ഉമർ ഫൈസിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യമാകുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പറയിട്ട് ആകെ ഉള്ളതൊരു വഖഫ് ബോർഡ് മാത്രമാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ മാറുമ്പോൾ ഈ ബോർഡ്
ബോർഡിൽ മറ്റുള്ള സർക്കാർ നിയമിച്ചിരിക്കുന്ന ആളുകളൊക്കെ രാജിവെച്ച് പോകാറാണ് പതിവ്. അപ്പോൾ അത് കാലാവധി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഇനി വളരെ കുറഞ്ഞ ദിവസമാണ് കാലാവധി ബാക്കിയുള്ളതാണെങ്കിൽ പോലും രാജിവെച്ച് ഇറങ്ങിപ്പോകാറുണ്ട്. ആ ഒരു മാന്യത കാണിച്ചാൽ മതി, പ്രശ്നം തീരും. ഇവിടെ ഉമർ ഫൈസി പറയുന്നത് 2024 ഡിസംബറിൽ, നിങ്ങൾ ഓർക്കണം കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഡേറ്റ് നിങ്ങൾ ഓർക്കണം, 2024 ഡിസംബറിൽ അന്നത്തെ വഖഫ് ബോർഡിന്റെ കാലാവധി തീരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഡിസംബർ കഴിഞ്ഞു, 2025 കഴിഞ്ഞു, 2026 ഫെബ്രുവരിയിലാണ് 2024 തീർന്ന വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കുന്നത്. അതായത് ഒരു 10-15 മാസത്തോളം വഖഫ് ബോർഡ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എന്തിനായിരുന്നു ഇത്രയും കാലതാമസം? ഒന്നത്. മൂന്നാമത്തെ കാര്യം, ഈ 2026 ഫെബ്രുവരിയിൽ പുനഃസംഘടിപ്പിച്ചിട്ട് ഈ കേസ് വന്നപ്പോൾ ഉമർ ഫൈസി പറയുന്നത് അതിൽ കേസ് എന്തായിരുന്നു? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപ്രകാരം 2 അമുസ്ലിങ്ങളായ വ്യക്തികളെ നിയമിക്കണമെന്നുള്ളതായിരുന്നു. അത് നിയമിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു കേസ്. അപ്പൊ അവിടെ ഉമർ ഫൈസി കോടതിയിൽ പറഞ്ഞത് എന്താണ്? അത് നിയമിക്കാതിരുന്നത് അവിടെ ബാർ കൗൺസിലില് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടായിരുന്നു. ഒന്നാമത്തെ ഈ പെറ്റീഷണറായിട്ട് ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഉമർ ഫൈസി പറഞ്ഞ വാക്കാണ്. എന്ത്? അവിടെ ബാർ കൗൺസിൽ കേസ് നടക്കുന്നത് കൊണ്ടാണ് അവിടെ 2 പേരെ നിയമിക്കാതിരുന്നത്. പിന്നെ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്തായി? അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഭരണമാറ്റമുണ്ടായി. ഭരണമാറ്റമുണ്ടായപ്പോൾ ഈ വന്ന ഗവൺമെന്റ് അതിൽ താല്പര്യം കാണിച്ചില്ല. ഏത്? ഈ 2 പേരെ നിയമിക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വന്നത്. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല, അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ആ 2 പേരെ, അല്ലാതെ വഖഫ് ബോർഡ് അല്ല അത് തീരുമാനിക്കുന്നത്, ഗവൺമെന്റ് ആണ്. അപ്പൊ പുതിയ ഗവൺമെന്റ് ആ 2 ആളെ നിയമിച്ചില്ല, അതാണ് പ്രശ്നം എന്നുള്ളതാണ് ഉമർ ഫൈസി പറയുന്നത്. ഉമർ ഫൈസി അത് മാത്രമല്ല പറയുന്നത്, ഉമർ ഫൈസി അതിന് ശേഷം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഈ ഗവൺമെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിലവിൽ മുന്നത്തെ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ പിരിച്ചു വിട്ടിട്ട് അവരുടെ നോമിനികളെ നിയമിക്കാനാണ് അവർക്ക് താല്പര്യം എന്നുള്ളത്. ഓഫ് കോഴ്സ് അത് അങ്ങനെ തന്നെ ആവുകയുള്ളൂ. കാരണം 10 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ട് പിണറായി വിജയന്റെ നോമിനികളെ വെച്ചു. 2024 അവസാനിച്ച വഖഫ് ബോർഡില് 2026 പുനഃസംഘടിപ്പിക്കുന്നത്. അന്നും പിണറായി വിജയന്റെ നോമിനികളെ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും അടുത്ത ഗവൺമെന്റ് അവരെ സഹിക്കേണ്ട ഒരു ഗതികേടും അടുത്ത ഗവൺമെന്റിലില്ല. ഇനി ഇവിടെ ഈ കക്ഷി ചേർന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഇപ്പൊ ഈ കേസ് എന്തായി? ഈ കേസ് തൽക്കാലം ഇപ്പോൾ ഹൈക്കോടതിയിൽ അവസാനിച്ചിരിക്കുകയാ. അവസാനിക്കുമ്പോൾ എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? എല്ലാം പുതിയ ഗവൺമെന്റിന് വിട്ടിരിക്കുന്നു. പുതിയ ഗവൺമെന്റ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പുനഃസംഘടിപ്പിക്കാം സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ച്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പുതിയ ഗവൺമെന്റ്. എന്താണ്? ഈ പറയുന്ന 2 പേരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഓൾറെഡി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തോളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്നലെ ഉമർ ഫൈസിയുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉമർ ഫൈസിയുടെ ഒരു പ്രശ്നം ഇപ്പോഴെന്താണ്? ഉമർ ഫൈസിക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്ത്? ഉമർ ഫൈസിയും KS ഹംസയും അടക്കമുള്ള നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടും, അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞാൽ കസേര പോകും എന്നുള്ളത് ഉമർ ഫൈസിക്ക് വ്യക്തമാണ്. അതാണ് ഉമർ ഫൈസിയുടെ ആകെയുള്ള പ്രശ്നം. അല്ലാതെ RSSകാര് വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള 2 പേര് വരുന്നതിലൊന്നും ഉമർ ഫൈസിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഉമർ ഫൈസി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതിയിലൊന്ന് പറയാ, സ്റ്റേജുമ്പോൾ വേറൊന്ന് പറയാ, ഇനി ഇപ്പുറത്തിറങ്ങിയിട്ട് വേറൊന്ന് പറയാ. അതാണ് ഇപ്പോൾ ഉമർ ഫൈസിയുടെ നിലപാട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നിലപാടാണോ പലപാടാണോ എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ ഉമർ ഫൈസിയുടെ കാര്യത്തിൽ കൂടുതൽ വർത്തമാനം പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു പണ്ഡിതനാണ് എന്ന് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ ഓഫ് കോഴ്സ് ആ ഗവൺമെന്റിന്റെ മാത്രം താല്പര്യങ്ങളെയാണ് അവർ സംരക്ഷിക്കുകയുള്ളൂ, അല്ലേ? ആ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ആ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ്
മുമ്പത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് LDF ഗവൺമെന്റാ, മുന്നണി വേറെയാ. ഇപ്പോഴത്തേന്ന് പറയുന്നത് UDF ഗവൺമെന്റാ. LDF ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചതിനെയൊക്കെ പൊളിച്ചെഴുതും. ഇതിപ്പോ എല്ലാ കാലങ്ങളിലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാ. അപ്പൊ അതില് കസേര പോകുമെന്നാകുമ്പോഴേക്കും വലിയ രീതിയിൽ സംസ്ഥയുടെ സമ്മേളന വേദിയിൽ ലീഗുകാരനായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആകാൻ ഒരു തരത്തിലും ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞാല് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാവുന്നുണ്ടെങ്കിൽ അത് കസേര ഭയപ്പെട്ടിട്ട് തന്നെയാണ്. ആ കസേര ഭയം ഭയപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞത് കൊണ്ടോ കസേര നിലനിൽക്കുവോ? അത് നിലനിൽക്കൂല. കസേര ഇപ്പം തെറിക്കും. കസേര തെറിപ്പിക്കാനുള്ള പണി അവിടെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ തെറിക്കേണ്ടതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഓണപ്രക്രിയ ഒക്കെ വന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസമെങ്കിലും കിട്ടിയത്. അപ്പോൾ കസേര ഏത് നിമിഷവും പോകും. അത് ഹംസൻ്റെതും പോകും, ഈ പറയുന്ന ഉമർ ഫൈസിയുടേതും പോകും, ഇനി AA-യുടേതും പോകും, ഇനി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുണ്ട്, അയാളുടേതും പോകും. അങ്ങനെ എല്ലാവരുടേതും പോകും. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തർക്കങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് സംഭവിക്കും. ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതിയിൽ പറഞ്ഞ നിലപാട് എന്ത്? ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞേ? ഞങ്ങളെ ബോർഡ് നിയമിച്ച സമയത്ത് ഈ 2 പേര് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള 2 പേരെ നിയമിക്കാതിരുന്നത് അന്ന് ബാർ കൗൺസിലിൽ തെരഞ്ഞെടുപ്പായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. ബാർ കൗൺസിലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു, അതുകൊണ്ട് പറ്റിയില്ല. അത് ആ ഉത്തരവാദിത്വം മാറി വന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെതാണ്. അവരത് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് അവരെ 2 പേരെ നിയമിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഹംസയും ഈ പറയുന്ന ഉമർ ഫൈസിയും ഹൈക്കോടതിയിൽ പറയുന്നു. അതേ ഉമർ ഫൈസി സ്റ്റേജ് കെട്ടിയിട്ട് മറ്റൊരു വർത്താനവും പറയുന്നു. അപ്പം എന്താണ്? ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇതിനിപ്പോൾ ഒരു പുനഃസംഘടന പഠിത്തം തന്നെ ഉണ്ടാകും. ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകളുടെ കസേര തെറിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം ഇവരെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് അലട്ടും സ്വാഭാവികമായിട്ടും. കസേര പോവുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത അലട്ടൽ തന്നെയാണല്ലോ. മനസ്സിലായില്ലേ? അപ്പം ഉമർ ഫൈസി സഖാവാണ് എന്നുള്ളതോ അല്ലെങ്കിൽ ഉമർ ഫൈസി ഇനി വേറെ വല്ലതുമാണ് എന്നുള്ളതോ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. ആണോ? ഒരു വിഷയമല്ല. ആർക്കും ഇപ്പം ഏത് പാർട്ടിയിലും വേണമെങ്കിൽ നിൽക്കാം. ഇപ്പം പാർട്ടി ഇന്ന പാർട്ടിക്കാരനായതുകൊണ്ട് നമുക്കൊരു പ്രശ്നം അങ്ങനൊന്നുമില്ല. പക്ഷേ ബോർഡ് മാറ്റും എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന LDF സർക്കാർ പിണറായി വിജയൻ്റെ നോമിനികളാണ് എന്നുള്ളതാ. അത് UDF സർക്കാർ ഭരിക്കുമ്പോൾ അത്തരം നോമിനികൾ ഒരു ഭരണത്തിൽ ഒരു ബോർഡിലും ഉണ്ടാവില്ല, എടുത്തു കളയും. അതിങ്ങനെ ഓരോന്നോരോന്നായി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേജാറാവേണ്ട, തിരക്ക് കൂട്ടേണ്ട, കളയൽ എന്തായാലും എടുത്ത് പുറത്ത് കളയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെ പ്രസംഗം കേട്ടപ്പോൾ ഉമർ ഫൈസി പറഞ്ഞിട്ടും തീരാതെ പറഞ്ഞിട്ടും മറിച്ചും തിരിച്ചും പറഞ്ഞിട്ടും ഒക്കെ ഒറ്റ കാര്യമാണ് ഉമർ ഫൈസിക്ക് പ്രശ്നമായിട്ട് എന്താണുള്ളത്? ഈ പറയുന്ന ബോർഡിനെ പിരിച്ചു വിട്ടിട്ട് അടുത്ത പുതിയ ബോർഡ് ഉണ്ടാക്കുന്നതാണ് ഉമർ ഫൈസിയുടെ പ്രശ്നം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ 2 ആൾ അവിടെ വെക്കുക എന്ന് പറയുന്നത് ഉമർ ഫൈസിൻ്റെ പ്രശ്നമില്ല. ഉമർ ഫൈസിക്ക് മാത്രമല്ലെന്ന് എന്തുകൊണ്ടാണ് ഇവർ ഈ 2026 ഫെബ്രുവരിയിൽ ഇത് പുനഃസംഘടിപ്പിച്ചത്? പിണറായി വിജയന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, ഇനി അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ നാടകം കളിക്കാം എന്നൊക്കെ ഉള്ളതായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ അത് പിന്നെ ഈ മലപ്പുറത്തായതുകൊണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പിൽ ആനമുട്ടയാണല്ലോ മലപ്പുറത്ത് നിന്ന് കിട്ടിയത്. ഈ ആനമുട്ട കിട്ടിയിട്ട് മലപ്പുറത്ത് എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ പറ്റണ്ടോ? ആകെ ഇപ്പോൾ ഇനി ഈ 5 കൊല്ലത്തിൽ നടത്താൻ പറ്റിയ ഒരു പരിപാടി ഇപ്പോൾ ഇതായിരുന്നു. അതിപ്പോൾ നടത്തിയും കഴിഞ്ഞ്. ഇന്നലെ മലപ്പുറത്ത് ഈ പറയുന്ന പരിപാടി നടത്തിയപ്പോൾ അതിൽ വെച്ചൊരു ബോർഡൊക്കെ ഉണ്ട്. ആ ബോർഡൊക്കെ വല്ലാത്ത ബോർഡായിരുന്നു. സംഭവം എന്താണ് സെമിനാറാണ്. ഈ സെമിനാർ വഖഫ് നിയമവും UDF കീഴടങ്ങലുമാണ് വിഷയം. സെമിനാർ. ഈ സെമിനാറിൽ വെച്ച ബോർഡ് കണ്ടാൽ നിങ്ങൾ എന്താ കരുതുന്നറിയോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് മലപ്പുറത്ത് സ്വീകരണം നൽകുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ കരുതുക. മലപ്പുറം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വേദിയുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിലേക്കൊന്നും പോകുന്നില്ല. എന്താ സംഭവം? ആനമുട്ടയാണ്. മന്ത്രിമാരില്ല, MLA-മാരില്ല, MP-മാരില്ല, പഞ്ചായത്തില്ല, നഗരസഭയില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പം അവിടെ എന്തെങ്കിലും ഒരു പരിപാടി വെക്കണമല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി വെച്ചിട്ട് ഇതിനിപ്പോൾ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കുകയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉമർ ഫൈസി അടക്കം തെരഞ്ഞെടുപ്പിൽ വല്ലാണ്ട് പണിയെടുത്തതാണ്. എന്നിട്ടോ
ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആ വിഷമം അങ്ങനെ തന്നെ നിൽക്കട്ടെ. സ്റ്റേജ് കെട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ 4 വർത്താനം പറഞ്ഞതുകൊണ്ട് വഖഫ് ബോർഡ് പിരിച്ചുവിടാതിരിക്കുന്നു ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതണ്ട. അത് പിരിച്ചുവിടാൻ പോവുകയാണ്.